ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. സെപ്റ്റംബർ 5-ാം തീയതി നടക്കുന്ന JCA സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം സിലബസ് PSC പുറത്തിറക്കുകയുണ്ടായി. അപ്പോൾ സിലബസിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ JCA എക്സാമിൻ്റെ അതേ സിലബസ് തന്നെയാണ് ഇത്തവണത്തെ സിലബസും. പക്ഷെ അതിൽ ചില മാറ്റങ്ങളുണ്ട്. അപ്പം എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സിലബസ് തന്നെയാണ്. സിലബസ് ആഴത്തിലൊന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എക്സാമിൻ്റെ പഠനം നമ്മൾ തുടങ്ങാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ സിലബസ് വെയിറ്റ് ചെയ്ത് ഒരുപാട് പേര് സിലബസ് കേരാഫെഡ് വന്നതുകൊണ്ട് തന്നെ കേരാഫെഡിൻ്റെ സിലബസ് വന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ JCA എക്സാമിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും സിലബസ് എന്നൊക്കെ പ്രതീക്ഷിക്കേണ്ടായി. പക്ഷെ അതിൽ ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ സംശയങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ടാണ് PSC കഴിഞ്ഞ ദിവസം സിലബസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സിലബസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ കാറ്റഗറി നമ്പർ 640/2023 ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ മാർക്ക് നമുക്കറിയാം. PSC നടത്തുന്ന പരീക്ഷകളുടെയൊക്കെ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. ഇതിൽ 2 പോർഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സിലബസിനെ മെയിനായിട്ട് നമുക്ക് 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ സബ്ജക്റ്റ് ഏരിയനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 50 മാർക്കിൻ്റെ നമ്മുടെ കോർപ്പറേഷൻ പാർട്ടും അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ ബാങ്കിങ് പാർട്ടും. ഇതാണ് നമ്മുടെ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് ഏരിയ എന്ന് പറയുന്നത്. ഈ 50 മാർക്കിൻ്റെ കോർപ്പറേഷനും 40 മാർക്കിൻ്റെ ബാങ്കിങ്ങുമാണ്. ഇതിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ സിലബസ് പരിശോധിച്ച ആളുകൾക്കറിയാം, കഴിഞ്ഞ സിലബസിൽ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിലബസ് ഇങ്ങനെ ഓരോ മൊഡ്യൂളായിട്ട് തരുന്നല്ലാതെ ഈ ഒരു ഏരിയ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഓരോന്നിനും എത്ര മാർക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ കേരാഫെഡിൻ്റെ സിലബസ് പരിശോധിച്ചപ്പോൾ നിങ്ങൾക്കറിയാം കേരാഫെഡിനും ഇതേപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കെന്താണ് ഓരോ ഏരിയയ്ക്ക് ഏത് മാർക്ക് കൂടിയ ഏരിയയ്ക്ക് അതിനനുസരിച്ച് മൊഡ്യൂളിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം, കുറഞ്ഞതിന് അതിനനുസരിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പക്ഷെ ചില ഏരിയാസ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കുറച്ച് പഠിക്കാൻ പ്രയാസമുള്ള ഏരിയാസ് ചിലപ്പോൾ ഉദ്യോഗാർത്ഥികൾ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു മൊഡ്യൂളും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മൊഡ്യൂളിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റമാണ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മുടെ കേരാഫെഡിൻ്റെ സിലബസിലും ഉണ്ടായിരുന്നു. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഇതും കോർപ്പറേഷനും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത്, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനും പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, പിന്നെ അതുപോലെ തന്നെ കോർപ്പറേഷൻ ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ 5 മാർക്കാണ് അതിന് ഉള്ളത്. പിന്നീട് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ 4 സ്റ്റേജസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതും പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് വാല്യൂസും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും എന്താണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നുമാണ് പഠിക്കാനുള്ളത്. ഇതിനും 5 മാർക്കാണ് ഉള്ളത്. ഈ മൊഡ്യൂളിനും 5 മാർക്കാണ് ഉള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള 3ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ഇതിൽ പഠിക്കാനുള്ളത് 2ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കേരളത്തിലെ കോപ്പറേറ്റീവ്സിനും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ കേരളത്തിന് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതിലെ ആക്ട് ആൻഡ് റൂൾ 15 പ്രകാരമുള്ള 13 ടൈപ്പ് സൊസൈറ്റികളിലെ ആ 13 ടൈപ്പ് സൊസൈറ്റികൾ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആയ ഈ ഒരു സിലബസിലെ ഏറെക്കുറെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നാഫെഡ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആണ് ഈ ഒരു ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള എന്ന് പറയുന്നത്. നാഫെഡ്, പിന്നെ IFFCO, അങ്ങനെയുള്ള NCDC,
NCUI സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്. ഇതിൽ പഠിക്കാനുള്ളത് നാഫെഡ്, IFFCO, ക്രിബ്കോ, നബാർഡ്, NDDB, NCDC ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും, പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. അപ്പം നാഫെഡ്, IFFCO, ക്രിബ്കോ, നബാർഡ്, NDDB, NCDC, പിന്നെ അതുപോലെ തന്നെ NHB മറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതിനെക്കുറിച്ചാണ് പഠിക്കുക. ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് 5 മാർക്ക് വീതമാണ് പഠിക്കാനുള്ളത്. പിന്നീടുള്ളത് 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഇത് ഓഡിറ്റിങ്ങിൻ്റെ പാർട്ടിലും നമുക്ക് പഠിക്കാം, ലോൻ്റെ പാർട്ടിലും നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ലോ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ലോൻ്റെ പാർട്ടിനും സെക്ഷൻ ആൻഡ് റൂളിലും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഓഡിറ്റിങ്, അതിൻ്റെ തിയറി പാർട്ട്, ഓഡിറ്റിങ്, അതിൻ്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, ഓഡിറ്റ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെയും കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റ്, പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ ഓഡിറ്റ്, പിന്നെ മാനുവൽ, ഓഡിറ്റ് മാനുവൽ, പിന്നെ അതുപോലെ തന്നെ മെമ്മോറാണ്ടം, പ്രോഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇത് 7 മാർക്കിനാണ് ഈ ഒരു 6 മാർക്കിനാണ് ഈ ഒരു ഓഡിറ്റിങ്ങിൻ്റെ പാർട്ട് നമുക്ക് ചോദ്യം വരാറുള്ളത്. ഇതിന് ഓഡിറ്ററുടെ ഡ്യൂട്ടീസ്, പവർ, ഓഡിറ്റ് റിപ്പോർട്ട് എന്താ, സർട്ടിഫിക്കറ്റ് എന്താ, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, ഓഡിറ്റ് ഫീൻ്റെ ലെവി എങ്ങനെയാണ്, ലെവി ഓഫ് ഓഡിറ്റ് ഫീ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 6 മാർക്കാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇഷ്യൂ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഈ ടോപ്പിക്കിൽ വരുന്ന കണ്ടൻസ് പലർക്കും അത്ര ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷേ ഇതും നമുക്കെന്താണ് പഠിക്കേണ്ടതായിട്ടുണ്ട്. 6 മാർക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സിലബസിൽ ഇതുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ നിന്ന് ഈ ഏരിയയിൽ നിന്ന് ചോദ്യമൊന്നും കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ നമുക്കെന്താണ് ചോദ്യം 6 മാർക്കിന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ, 6 മാർക്കിന് ഈ ഒരു ഏരിയയിൽ നിന്ന് വരും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്, സിംഗിൾ പർപ്പസ്, പിന്നെ മൾട്ടിപർപ്പസ് വേഴ്സസ് മൾട്ടി ഫങ്ഷണൽ, യൂണിറ്ററി വേഴ്സസ് ഫെഡറൽ കോപ്പറേറ്റീവ്സ്, ഇതിൻ്റെയൊക്കെ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, അതിൽ ആർബിട്രേഷൻ, അവാർഡ്, പ്രൊവിഷൻ ആൻഡ് പ്രൊസീജിയർ, എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, ഇതൊന്നും ലോൻ്റെ പാർട്ടൊന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ഫണ്ട്, സ്റ്റേറ്റ് എയ്ഡ്, പിന്നെ അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, സബ്സിഡറി പാർട്ട്ണർഷിപ്പ്, അതും ലോൻ്റെ പാർട്ടിനും അതുപോലെ തന്നെ ജനറലായിട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 5 മാർക്കാണ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള, അതിൽ മെയിനായിട്ട് വരുന്നത് 1904 ആക്ട്, 12 ആക്ട്, അതുപോലെ തന്നെ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ബില്ല്, പിന്നെ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് മ്യൂച്വൽ എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, അതുപോലെ KCS ആക്ട് 1969. ഈ ഏരിയാസാണ് ഇതിൽ പഠിക്കാനുള്ളത്. അതായത് ഇന്ത്യയിലും കേരളത്തിലുള്ള കോപ്പറേറ്റീവ് ലെജിസ്ലേഷനാണ് ഈ ഒരു ഏരിയയിൽ 6 മാർക്കാണ് ആ ഒരു ഏരിയയിൽ നിന്നും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോപ്പറേഷൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് 50 മാർക്ക് ഓരോ മൊഡ്യൂളിനും, അതായത് 9 മൊഡ്യൂളിനായിട്ട് 50 മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോപ്പറേഷൻ്റെ പാർട്ട് സിലബസ് പ്രകാരം ഉള്ളത്. ഇനി നമുക്ക് ബാങ്കിങ് പാർട്ട് നോക്കാം. ബാങ്കിങ് കുറച്ച് വൈഡായിട്ട് തന്നെയാണ് സിലബസിലുള്ളത്. ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 40 മാർക്കാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40 മാർക്കിനാണ് ബാങ്കിങ് ഏരിയയിൽ നിന്ന് മാർക്ക് ഉള്ളത്. അതിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, അല്ലെങ്കിൽ ബാങ്കിങ്ങിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ടൈപ്സ് ഓഫ് ബാങ്കിങ്, പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്, പിന്നെ അതുപോലെ ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസ് CSEB എക്സാമിനും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ 4 മാർക്കാണ് ഉള്ളത്. പിന്നെ സെൻട്രൽ ബാങ്കിങ്ങിൽ ഇതേമാതിരി റിസർവ് ബാങ്ക്, സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ RBIൻ്റെ മറ്റ് RBIയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ,
ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, ക്വാളിറ്റേറ്റീവ് ടെക്നിക്കും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കും അതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. 4 മാർക്കാണ്. പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡും ഉണ്ട്, പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡും ഉണ്ട്. ഇതിൽ പറയണ മെയിനായിട്ട് പ്രീ ലിബറലൈസേഷൻ പീരീഡിൽ ഇമ്പീരിയൽ ബാങ്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അസോസിയേറ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ മെർജിങ്, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്കിങ്, ലീഡ് ബാങ്ക് സ്കീമുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർവീസ് ഏരിയ അപ്രോച്ച് പഠിക്കാനുണ്ട്. RRBസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് 4 മാർക്കിനാണ് 4 മാർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡാണ്. ഈ പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ നരസിംഹ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ഏരിയ ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്ക്സ്, സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ, പിന്നെ നബാർഡിൻ്റെയും RBIൻ്റെയും ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇനീഷ്യേറ്റീവ്സ്, അതൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, BR ആക്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. BR ആക്ടും അതിലെ സെക്ഷൻസും ചില സെക്ഷൻസ് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്, അത് പഠിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ അത് ലേറ്റസ്റ്റ് അമെൻമെൻറ്റോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഡിവിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പവേഴ്സ് ഓഫ് ഇൻസ്പെക്ഷൻ, ഓഡിറ്റ് ഓഫ് ബാങ്ക് അക്കൗണ്ട്, അക്വിസിഷൻ ഓഫ് ബാങ്കിങ് കമ്പനി, അമാൽഗമേഷൻ, വൈൻഡപ്പ് ഓഫ് ബാങ്കിങ് കമ്പനി, ആ കാര്യങ്ങളാണ്. ബാങ്കിങ് ലെജിസ്ലേഷനാണ് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. 4 മാർക്കിനാണ് ഈ ഏരിയയിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. പിന്നെ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്ങിൽ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ജനറൽ ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ ബാങ്ക് കസ്റ്റമർ, അതായത് ഇപ്പോൾ നമ്മൾ പ്ലഡ്ജിൻ്റെ കേസിൽ, ബെയിൽമെൻറ്റിൻ്റെ കേസിൽ, ലോൺ എടുക്കുന്നതിൻ്റെ കേസിൽ, ഡെപ്പോസിറ്റിൻ്റെ കേസിലൊക്കെ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ ചെക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഡിസോണർ, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ഓഫ് ബാങ്ക്, ജനറൽ ലീന്, പിന്നെ അതുപോലെ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, അപ്രോപ്രിയേഷൻ, ബാങ്കിങ് ഓംബുഡ്സ്മാനെ കുറിച്ച് പഠിക്കാനുണ്ട്, ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ ജോയിൻ്റ് അക്കൗണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേം, പിന്നെ അതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ക്ലബ് അസോസിയേഷൻ. 4 മാർക്കിനാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ NI ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഏരിയ, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ചെക്കിൻ്റെ ക്രോസിങ് ഇതിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കളക്റ്റിംഗ് ബാങ്കറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊട്ടക്ഷൻ, ലീഗൽ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ കളക്റ്റിംഗ് ബാങ്കർക്കും പേയിങ് ബാങ്കർക്കും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഡിസോണർ, പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൈപ്പോത്തിക്കേഷൻ, മോഡ്ഗേജ്, കൈൻഡ് ഓഫ് മോഡ്ഗേജ്, ഗ്യാരണ്ടി ആൻഡ് ഇൻഡെമിനിറ്റി. പിന്നെ എൻഡോസ്മെൻറ്റും ഈ ഒരു ഏരിയയിലുള്ളതാണ്. എൻഡോസ്മെൻറ്റും മോഡ്ഗേജും അതിൻ്റെ ടൈപ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. 4 മാർക്കിനാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫൈനാൻസ്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട KCC, പിന്നെ അതുപോലെ തന്നെ നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ SHG, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് KCCയുടെ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പേർപ്പസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, അതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. 4 മാർക്കിനാണ്. അപ്പോൾ KCCയെ കുറിച്ച് CSEBക്ക് ഒക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കറിയാം, വളരെ കുറച്ച് കാര്യങ്ങളെ KCCയെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇനി അതിൽ KCC സ്കീമുകൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്, പേർപ്പസ്, എലിജിബിലിറ്റി, ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് 4 മാർക്കാണ് ആ ഏരിയയിൽ നിന്നുള്ളത്. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, ഇത് വരുന്നത് ECS, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്, പിന്നെ അതുപോലെ RTGS, നെഫ്റ്റ്, IMBS, IFSC, ATM, CDM, CTS, സ്വിഫ്റ്റ്, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. 4 മാർക്കിനാണ് ഈ ഒരു ഏരിയയിൽ നിന്നും. ഇത് കുറച്ചുകൂടി ഒരു സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ്. ലാസ്റ്റ് വണ്ണാണ് 10ാമത്തെ മൊഡ്യൂളാണ് ബാങ്കിങ്ങിൻ്റെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്ങിൽ പഠിക്കാനുള്ളത് ക്രെഡിറ്റ് റേറ്റിംഗ്, പിന്നെ അതുപോലെ ക്യാമൽ റേറ്റിംഗ്, ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ, പിന്നെ അതുപോലെ പഠിക്കാനുള്ളത് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ലോസ് അസറ്റ്, പിന്നെ അതുപോലെ പ്രൊവിഷൻ ഫോർ NPA, സർഫേസി ആക്ട് പഠിക്കാനുണ്ട്. പിന്നീട് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, PM സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് PMSBY, APY, PMJJBY, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇത് പഠിക്കുമ്പോൾ ഓരോന്നിനും ഓരോ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആളുകൾക്കുള്ള ഇതാണ് സ്കീമുകളാണ്.
അതിൻ്റെ ക്രൈറ്റീരിയ പഠിക്കണം, അതിൻ്റെ എമൗണ്ട് പഠിക്കാണ്ട്, ഇൻഷുറൻസ് എമൗണ്ടുകളൊക്കെ പഠിക്കാണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് റൂൾ ഫോർ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, ജീവൻ ജ്യോതി ബീമ യോജന, അടൽ പെൻഷൻ യോജന, അങ്ങനെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ. അപ്പോൾ ഈ പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഈ ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഏകദേശം ബാങ്കിങ് ഏരിയയിൽ നിന്ന് 10 മൊഡ്യൂളുകളാണുള്ളത്. ഈ ബാങ്കിങ് ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ ഏരിയയ്ക്കും 4 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. 4 മാർക്ക് വീതമുള്ള 10 മൊഡ്യൂളുകൾ, അതായത് 40 മാർക്കാണ് ബാങ്കിങ് മേഖലയിൽ. അപ്പോൾ എല്ലാതും ഒരേ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ട ഒരു പോർഷനാണ് ബാങ്കിങ് പോർഷൻ. കോർപ്പറേഷനിൽ എങ്ങനെയായിരുന്നു? കോർപ്പറേഷനിൽ 6 മാർക്കിൻ്റെ ഏരിയ ഉണ്ട്, 5 മാർക്കിൻ്റെ ഏരിയ ഉണ്ട്, 7 മാർക്കിൻ്റെ ഏരിയ ഉണ്ട്. ഇങ്ങനെയായിട്ടാണ് കോർപ്പറേഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 3rd മൊഡ്യൂളിനാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്, 7 മാർക്സ് ഉള്ളത് ഈ 3rd മൊഡ്യൂളിനാണ്. പിന്നെ ഉള്ളത് 6 മാർക്സ് ഉള്ളത് 5th മൊഡ്യൂളിനും, 5th മൊഡ്യൂൾ കോപ്പറേറ്റീവ് ഓഡിറ്റിനും, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള 9th മൊഡ്യൂളിനും. ഇതിനാണ് 6 മാർക്സ് ഉള്ളത്. പിന്നെ അതുപോലെ ബാക്കി എല്ലാത്തിനും 5 മാർക്സ് ആണ്. പക്ഷെ ബാങ്കിങ് എല്ലാ ഏരിയയ്ക്കും ഒരേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ മാർക്കും കൂടി നോക്കിയിട്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടി നോക്കിയിട്ട് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കോർപ്പറേഷൻ പഠിക്കുക. ബാങ്കിങ്ങും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ വൈഡാണ് കുറച്ചും കൂടി ബാങ്കിങ് എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ സിലബസ് അനുസരിച്ചിട്ട് ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിക്കാണ്, ഈ സിലബസിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ JCA യുടെ എക്സാം നമുക്ക് ഇത്തവണ CC യോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്